Actually, this f of b minus f of a is less than or equal to upper sum. നേരത്തെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. L അതായത് ലോവർ സമ്മിനെക്കാട്ടി ചെറുതാണ്. f of b lower sum L is less than or equal to f of b minus f of a, which is less than or equal to upper sum. Since L and U are arbitrary lower and upper sum, കാരണം നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻസ് അങ്ങനെയുള്ള ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ ആർബിട്രറി ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിലേക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്ച്വലി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ആക്ച്വലി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇറ്റ് ഇസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ്, ഇറ്റ് ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പ്രൂഫ്. ഇനി ജസ്റ്റ് നമുക്ക് യൂസിങ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് കമ്പ്യൂട്ട് 0 to 1 എക്സ് ഡി എക്സ്. 0 to 1 എക്സ് ഡി എക്സ് നമുക്കറിയാം. എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ നമുക്ക് ആൻറ്റി ഡെറിവേറ്റീവ് അറിയാം, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ ടു, 1/2 എക്സ് സ്ക്വയർ. ഇനി എന്ത് ചെയ്താൽ മതി, ആക്ച്വലി 0 to 1 എന്ന് പറയുന്ന ആ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ ടു, ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എടുക്കുന്നു, ദാറ്റ് ഈസ് എന്ത് ചെയ്യുക, ലിമിറ്റ് മാത്രം കൊടുക്കുക. എഫ് ഓഫ് 1 മൈനസ് എഫ് ഓഫ് 0, ദാറ്റ് ഈസ് 1/2 into 1 square minus 1/2 into 0 square, that is 1/2. Similarly, next, using fundamental theorem of calculus, compute integral a to b x square dx. X square dx in the antiderivative for x is equal to 1/3 x cube. For x is equal to 1/3 x cube. Then in the upper limit f of b minus f of a, that is 1/3 b cube minus 1/3 a cube. 1/3 b cube minus 1/3 a cube. Just അത് അപ്ലൈ ചെയ്താൽ മതി. ഇതിന് നമുക്കിത് എഫ് ഓഫ് എക്സ് ഫ്രം ലിമിറ്റ് എ ടു ബി മീൻസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇതിനിങ്ങനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, നൊട്ടേറ്റ് ചെയ്യാറുണ്ട്. ഫൈൻഡ് എക്സ് ക്യൂബ് പ്ലസ് 5 ഫ്രം 2 to 3. ഫൈൻഡ് എക്സ് ക്യൂബ് പ്ലസ് 5 ഫ്രം 2 to 3. എക്സ് ക്യൂബ് പ്ലസ് 5 ഫ്രം 2 to 3. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എടുത്താൽ മതി. അല്ല, ആൻറ്റി ഡെറിവേറ്റീവ് അല്ല, ജസ്റ്റ് നൊട്ടേഷൻ, ദാറ്റ് ഈസ് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. എക്സ് ക്യൂബ് പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 2 to 3 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 3 മൈനസ് എഫ് ഓഫ് 2, ദാറ്റ് ഈസ് 3 ക്യൂബ് പ്ലസ് 5 മൈനസ് 2 ക്യൂബ് പ്ലസ് 5. 3 ക്യൂബ് പ്ലസ് 5 മൈനസ് 2 ക്യൂബ് പ്ലസ് 5. ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ. ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഫൈൻഡ് ഇൻ്റഗ്രൽസ് 2 to 6 എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. സ്ക്വയർ പ്ലസ് 1 ഡി എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ആൻറ്റി ഡെറിവേറ്റീവ്സിൻ്റെ റൂൾ വെച്ചിട്ട് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 എക്സ് ക്യൂബ് പ്ലസ് എക്സ്. 1/3 എക്സ് ക്യൂബ് പ്ലസ് എക്സ് ആണ് ആക്ച്വലി എന്ത് ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത്. ഇനി എന്ത് ചെയ്യുക, ഫണ്ടമെൻ്റൽ തിയറം വെച്ചിട്ട് ജസ്റ്റ് ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. സ്ക്വയർ പ്ലസ് 1 ഡി എക്സ് എന്ന് പറയുന്നത് 1/3 എക്സ് ക്യൂബ് പ്ലസ് എക്സ്, ദറ്റ് ഈസ് 2 to 6. എന്ത് ചെയ്യുന്നു, 6 ക്യൂബ് പ്ലസ് 6 ക്യൂബ് ബൈ 3 പ്ലസ് 6 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ആൻസർ ഈ ഒരു ഫോമിലേക്ക് ആൻസർ കിട്ടും. സിമിലർലി സെയിം സ്റ്റെപ്പ്, റെസിപ്രോക്കൽ റൂൾ, ഇൻ്റഗ്രൽ 1/x raised to 4 ഫ്രം 1 to 2 dx. ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1/3 എക്സ് ക്യൂബ്. ജസ്റ്റ് ഇൻ്റഗ്രൽ കണ്ടുക, അതാണ് ആൻറ്റി ഡെറിവേറ്റീവ് ആയിട്ടുള്ള എഫ് ഫംഗ്ഷൻ. ജസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. എക്സ് റൈസ് ടു ഡെറിവേറ്റീവ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് തന്നെയാണ് ആക്ച്വലി ഇത്. ഇതിൻ്റെ എഫ് ഡാഷ് ആണോ ഈ സ്മോൾ എഫ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണോ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ജസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു, ആൻസർ കിട്ടുന്നു. ഇനി ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഏരിയ അണ്ടർ എ കർവ് as definite integral. Let f of x greater than or equal to 0 be continuous on ക്ലോസ്ഡ് ഇൻ്റർവെൽ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, കണ്ടിന്യൂസ് ആണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ. ആൻഡ് ഏരിയ അണ്ടർ കർവ് y is equal to f of x over ab. ഏരിയ എന്ന് പറയുന്നത് എന്താണ്, എഫ് ഫ്രം എ ടു ബി. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ എന്താണ് ഏരിയ വരുന്നത്, എഫ് ഫ്രം എ ടു ബി. ദാറ്റ് ഈസ് എ എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രൽ എടുത്താൽ മതി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സമ്മ് ഏരിയ ഇതൊക്കെ എന്താണ് ആക്ച്വലി ഒന്ന് തന്നെയാണ്. എഫ് ഈസ് നെഗറ്റീവ് അറ്റ് സം പോയിൻറ്റ് എ ടു ബി, ദെൻ എന്ത് ചെയ്യുക, സൈൻഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഏരിയ കുറയ്ക്കുക. ഇറ്റ് ഈസ് എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ദി സൈൻഡ് ഏരിയ ഓഫ് ദി റീജിയൻ ബിറ്റ്വീൻ ഗ്രാഫ് എഫ് ആൻഡ് എക്സ് ആക്സിസ് ആൻഡ് ദി ലൈൻസ് എക്സ് ഇസ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു ബി. ലിമിറ്റ് എവിടെ വരെ പോകുന്നു എന്നുള്ളതാണ്.
എക്സ് എ ടു ബി എന്ന് വരെയുള്ള ലിമിറ്റ് എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ ബിറ്റ്വീൻ ദി എക്സ് ആക്സിസ് ആൻഡ് ദി ഗ്രാഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x, എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x ഫ്രം -1 to 2. -1 മുതൽ 2 വരെ ഫംഗ്ഷൻ്റെ ഏരിയ എന്താണെന്നാണ് നമുക്ക് ചോദിച്ചത്, എക്സ് ആക്സിസുമായിട്ടുള്ളത്. ഇതാണ് ഫംഗ്ഷൻ. ഈ ഒരു ഫോമിലാണ് ഫംഗ്ഷൻ വരിക. -1 0 2, -1 to 0 to 2. അപ്പോൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്, ഫസ്റ്റ് ഫൈൻഡ് ദി സീറോസ് ഓഫ് എഫ്, അതായത് എഫ് ഓഫ് എക്സിൻ്റെ സീറോസ് കണ്ടുപിടിക്കും. സീറോസ് എന്ന് പറയുന്നത് എന്താണ്? -1 ഉണ്ട്, 0 ഉണ്ട്, 2 ഉണ്ട്. -1 ഉണ്ട്, 0 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? 0 -1 എക്സ് സീറോസ് എന്ന് പറയുന്നത് 2 ഉണ്ട്, -1 ഉണ്ട്, സീറോസ് ഉണ്ട്, 0 ഉണ്ട്. ദെൻ ദി സീറോസ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ പാർട്ടീഷനാക്കി മാറ്റുന്നു. -1 2, -1 2നെ എങ്ങനെ ആക്കുന്നു? സീറോസിൻ്റെ പാർട്ടീഷൻസ് ആക്കും. -1 to 0 അവിടെ എന്താണെന്ന് നോക്കുക. ഫംഗ്ഷൻ പോസിറ്റീവ് ആണോ? സീറോസ് നോക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആണോ നോക്കുക. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏതൊരു വാല്യൂവിനും ഫംഗ്ഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആണോ നോക്കുക. ഇവിടെ നോക്കൂ, -1 to 0ൽ ഫംഗ്ഷൻ വാല്യൂ പോസിറ്റീവ് ആണ്, എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആൻഡ് 0 2ൽ നോക്കുക. 0 2ൽ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻ്റർവെലായിട്ട് ചെയ്യുക. ദാറ്റ് ഈസ് -1 to 0ൽ പോസിറ്റീവ് ആണ് നമുക്കറിയാം. ജസ്റ്റ് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ആൻഡ് ഫണ്ടമെൻ്റൽ തിയറം ഉപയോഗിക്കുക. ഇതിൻ്റെയൊക്കെ ഇൻ്റഗ്രേഷൻ നമുക്കറിയാം. ആൻറ്റി ഡെറിവേറ്റീവ് x⁴/4 x³ 3 ആൻഡ് x². -1 to 0 ലിമിറ്റ് കൊടുക്കുന്നു. നമുക്ക് ഏത് വാല്യൂ കിട്ടുന്നു? 5/12 എന്ന് കിട്ടുന്നു. രണ്ടാമത്തെ അറിയാം ഫംഗ്ഷൻ വാല്യൂ നെഗറ്റീവ് വരുന്നത്. അവിടെയും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് സെയിം ഇൻ്റഗ്രേഷൻ, സെയിം പ്രൊസീജിയർ നോക്കുക. നമുക്ക് എന്താണ് കിട്ടുന്നത്? ആക്ച്വലി -8/3 ആണ്. ഏരിയ എന്ന് പറയുന്നത് -8/3 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഏരിയ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുക. ജസ്റ്റ് പോസിറ്റീവ് വാല്യൂ, ദാറ്റ് ഈസ് 8/3 പ്ലസ് 5/12. പിന്നെ മോഡുലസ് വാല്യൂ എടുത്തിട്ട് നമുക്ക് ടോട്ടൽ സൈൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നു. 37/2. അടുത്ത എക്സാമ്പിൾ, ബൈ കമ്പ്യൂട്ടിംഗ് 0 to b x dx, give the area A under y is equal to x, interval 0b and b greater than or equal to 0. ഏരിയ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ y is equal to x over 0 to b എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്? ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ എവിടെ തൊട്ടാണ് വേരി ചെയ്യുന്നത്? 0bയിലാണ്. 0 to bയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ y is equal to x തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ളൊരു ഫോമൊക്കെ തന്നു കഴിഞ്ഞാൽ ഏരിയ എന്ന് പറയുന്നത് 0 to b, അതായത് ഇൻ്റർവൽ f of x is equal to x ആയതുകൊണ്ട്, ഐഡൻറ്റിറ്റി ആയതുകൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്നത്. 0 to b x dx, ദാറ്റ് ഈസ് x²/2 ആണ് ഇതിൻ്റെ ഇത്. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ b²/2 എന്ന് കിട്ടുന്നു. മീൻസ് ഏരിയ എ അണ്ടർ y is equal to x എന്ന് പറയുന്നത് എന്താണ്? y is equal to x-ലാണ്. ഇവിടെയാണ് ലിമിറ്റ് പോകുന്നത്. ലിമിറ്റ് y is equal to x-ലായതുകൊണ്ടാണ് നമുക്ക് 0 to b ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞത്. അതേസമയം x² ആണെന്നുണ്ടെങ്കിൽ 0 to b എന്ന് പറയുന്നത് ഏതായിരിക്കും ലിമിറ്റ്? 0 to b² എന്ന് പറഞ്ഞ ഫോമിലേക്കൊക്കെ മാറും. നമുക്ക് b²/2 എന്ന് കിട്ടും. ഫൈൻഡ് ദി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ 0 to b x dx കൺസിഡറിങ് ഇറ്റ് ആസ് എൻ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഓഫ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ. നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ്റെ കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞത്. ഇത് വേറൊരു ഫോം. ദ വാല്യൂ ഓഫ് ദി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ 0 to b x dx is the same as the value of the area under the graph of the non-negative function. അതായത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെയും നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ്റെ ഏരിയയും ഇൻ്റഗ്രലും സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏരിയ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പ്രൂവും ചെയ്തു കഴിഞ്ഞു. ഇതാണ് ആക്ച്വലി ഇത്. അപ്പോൾ റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? y ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഇതാണ് ഫംഗ്ഷൻ. 0 to b വരെ ഇതാണ് ഫംഗ്ഷൻ. നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ഭാഗം മാത്രം നമ്മൾ എടുക്കുന്നു. ഈ ഒരു ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ട്രയാങ്കിളാണ്. ഹാഫ് എന്തായിരുന്നു? 0 to b ആൻഡ് 0 to b. ഇതും ബി ആയിരിക്കും, ഇതും ബി ആയിരിക്കും. കാരണം y ഈസ് ഈക്വൽ ടു എക്സ് ആണ് ഫംഗ്ഷൻ. ഇത്രയും ബി ആയിരിക്കും, ഇത്രയും ബി ആയിരിക്കും. ഹാഫ് ബി എച്ച്, ദാറ്റ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറയുന്നത് ബി. നോക്കൂ, ഹൈറ്റ് എന്ന് പറയുന്നത് ബി ആണ്, ബേസ് എന്ന് പറയുന്നതും ബി ആണ്. ദർഫോർ ഹാഫ് ഇൻറ്റു b² എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമുക്ക് ആക്ച്വലി ഇവിടെയും കിട്ടുന്നത്. ഹാഫ് b². അതാണ് ഇവിടെ പറയുന്നത്. ഏരിയ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് ഫോർ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിന്.
നോൺ നെഗറ്റീവ് ഫങ്ഷൻസ് ഇവിടെയൊക്കെ നോക്കൂ, ഇവിടെ നെഗറ്റീവ് ആവുന്നുണ്ട് ഫങ്ഷൻ, ഈ ഒരു ഭാഗത്ത് നെഗറ്റീവ് ആവുന്നുണ്ട് ഫങ്ഷൻ. ഇവിടെ അങ്ങനെയല്ല വരുന്നത്. എക്സാമ്പിൾ ക്യാൻ ബി ജനറലൈസ്ഡ്. നമുക്കിതൊക്കെ ജനറലൈസ് ചെയ്യാന്നാണ് പറയുന്നത്. അതായത് ഒരു ഇൻ്റർവെൽ തന്നു എന്ന് വിചാരിക്കാം നോൺ നെഗറ്റീവ് ഫങ്ഷൻ്റെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടെ കൊടുത്താൽ മാറിപ്പോയി. 0 നടുക്കാണ് വരിക. ദാറ്റ് ഈസ് a less than 0 less than b. a less than 0 less than b. a less than 0 less than b ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ a to b x dx നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം എയിൽ നിന്ന് 0 വരെ, കാരണം കുറഞ്ഞതിൽ നിന്ന് കൂടുതൽ വരെ. a ലെസ് ദാൻ 0 ലെസ് ദാൻ b ആണ്. ഇത് ജസ്റ്റ് a 0ൻ്റെ പൊസിഷനിലും 0 എയുടെ പൊസിഷനിലും മാറണം. നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ഇതിനെ വേണമെങ്കിൽ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇനി ഇതേപോലെയാണ് ഫോം എന്നുണ്ടെങ്കിൽ, ഇതേപോലെ 0 ലെസ് ദാൻ എ ലെസ് ദാൻ ബി, എന്നിട്ട് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. 0 ലെസ് ദാൻ എ ലെസ് ദാൻ ബി എന്നുള്ളതാണ് ഫോമെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, എ ഇൻ്റഗ്രൽ a to 0 എന്ന് പറയുന്നതാണ് എയിൽ നിന്ന് 0ലേക്ക് കുറയാണ് ചെയ്യുന്നത്. ഇതാണ് ഫോമെങ്കിൽ എയിൽ നിന്ന് 0ലേക്ക് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു നെഗറ്റീവ് എടുത്തിട്ട് 0യിൽ നിന്ന് എ കൂടുക. അപ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും വരിക, കാരണം നമ്മൾ കുറഞ്ഞതിൽ നിന്ന് കൂടുതലിലേക്കാണ് പോകേണ്ടത്. പക്ഷെ ഇവിടെ കൊടുത്തത് എന്താണ്, കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കാണ് ഏരിയ ഡിഫൈൻ ചെയ്യുന്നത്. ഇതാണ് ഫോമെങ്കിൽ 0 ലെസ് ദാൻ എ ലെസ് ദാൻ ബി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയിട്ട് മൈനസ് ആഡ് ചെയ്തിട്ട് 0 to a എക്സ് ഡി എക്സ് കൊടുക്കും ആൻഡ് 0 to b എക്സ് ഡി എക്സ് കൊടുത്തിട്ട് ഈ ഒരു ഫോമിലേക്ക് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. യൂസിങ് ആൻ ഏരിയ evaluate the definite integral a to b x dx 0 ലെസ് ദാൻ എ ലെസ് ദാൻ ബി. ഓൾറെഡി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു ഏരിയ ആണ് നമുക്ക് കണ്ടത്. 0 മുതൽ ബി വരെ അല്ല, 0 ലെസ് ദാൻ എ ലെസ് ദാൻ ബി, 0 കഴിഞ്ഞ് ഒരു എ, അത് കഴിഞ്ഞ് ബി. നോക്കൂ, ഇതാണ് ഗ്രാഫ് വരുന്നത്. 0 കഴിഞ്ഞ് ഒരു എ കഴിഞ്ഞ് ബി. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഏരിയയാണ് കണ്ടുപിടിക്കുന്നത്. നേരത്തെ പോലെ നമുക്ക് ട്രയാങ്കിൾ കിട്ടുന്നില്ല. ട്രയാങ്കിൾ കിട്ടണമെങ്കിൽ 0 to b വരണം. ഫംഗ്ഷൻ 0യിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതിവിടെ ആക്ച്വലി വരുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, സ്കെച്ച് ചെയ്യുമ്പോൾ ആക്ച്വലി എന്താണ് വരുന്നത്, ട്രപ്പിസോയിഡാണ് ആക്ച്വലി വരുന്നത്. ട്രപ്പിസോയിഡ് എന്ന് പറയുന്നത് ഇതാണ് ട്രപ്പിസോയിഡ് ആക്ച്വലി. ഇവിടെ ഇതാണ് ആക്ച്വലി വരുന്നത്. ആൻഡ് സീ ദാറ്റ് ഇറ്റ് ഈസ് എ ട്രപ്പിസോയിഡ് വിത്ത് ഹൈറ്റ് അല്ല, ബേസ് ആണ്. ബേസ് എന്ന് പറയുന്നത് എന്താണ്, ബി മൈനസ് എ ആണ്. ബേസ് എന്ന് പറയുന്നത് ബി മൈനസ് എ, ബേസസ് എ ആൻഡ് ബി. ദ വാല്യൂ ഓഫ് ദി ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഏരിയ തന്നെയാണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ a to b x dx എന്ന് പറയുന്നത് ട്രപ്പിസോയിഡിൻ്റെ ഏരിയയാണ് ആക്ച്വലി വരുന്നത്. ദാറ്റ് ഈസ് b മൈനസ് എ ഇൻറ്റു എ പ്ലസ് ബി ബൈ ടു. ഇതാണ് ആക്ച്വലി ട്രപ്പിസോയിഡിൻ്റെ ഏരിയ. b മൈനസ് എ ഇൻറ്റു എ പ്ലസ് ബി ബൈ ടു. ദാറ്റ് ഫോം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഫോം എന്ന് പറയുന്നത്, കാരണം ബി മൈനസ് എനെ നമുക്ക് എങ്ങനെ എഴുതാം, തിരിച്ച് മൈനസ് എന്താക്കി എഴുതാം, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ, ദാറ്റ് ഈസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ബി സ്ക്വയർ മൈനസ് എ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ. ബി പ്ലസ് എ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, ബി സ്ക്വയർ ബൈ 2 മൈനസ് എ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ബി സ്ക്വയർ ബൈ 2 മൈനസ് എ സ്ക്വയർ ബൈ 2. അപ്പോൾ നമ്മുടെ ഇൻ പർട്ടിക്കുലർ, അതായത് പർട്ടിക്കുലറായിട്ടൊരു 0 അല്ലാതെ 0നേക്കാട്ടും ഹയർ ആയിട്ടുള്ള 1 to √5 എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഡയറക്റ്റ് വാല്യൂ ബി സ്ക്വയർ ബൈ 2 മൈനസ് എ സ്ക്വയർ ബൈ 2, അതായത് അപ്പർ ലിമിറ്റ് സ്ക്വയർ ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് സ്ക്വയർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് സ്ക്വയർ ബൈ 2 എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, പ്രശ്നമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി ഫോം കണ്ടുപിടിച്ചാണ് ഇവിടെ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. യൂസ് ദി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ ബിറ്റ്വീൻ ദി പാരാബോള y is equal to x square ആൻഡ് എക്സ് ആക്സിസ്. y is equal to x സ്ക്വയറും ഇൻ്റർവൽ 0bയിലുള്ള ഇൻ്റർവലും തന്നിട്ടുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ഇവാലുവേറ്റ് ദി ഇൻ്റഗ്രൽ ഫോർ ദിസ് ഏരിയ. അത് നമ്മൾ ലിമിറ്റ് റീമാൻ സമ്മിൻ്റെ, അതായത്
ഇൻ്റർവെൽസൊക്കെ ആക്കിയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള സമ്മ് കണ്ടുപിടിക്കുകയാണ് ആക്ച്വലി ഇവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെയും നമുക്കിത് ചെയ്യാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താക്കുന്നു, b/n ഡെൽറ്റ എക്സ് b/n ആയിട്ടുള്ള നമ്മൾ എന്ത് കണ്ടുപിടിക്കും, നോട്ട് ഈസ് ഈക്വൽ ടു പാർട്ടീഷൻസ് കണ്ടുപിടിക്കുന്നു. പാർട്ടീഷൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, ഓരോ റെക്റ്റാങ്കിൾ ഫോം ചെയ്തിട്ട് ആ ഒരു ഏരിയ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ആക്ച്വലി ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. f(c1) ഫസ്റ്റ് സ്റ്റെപ്പ് c1 എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തു. ആൻഡ് ഡെൽറ്റ എക്സ് എന്താണെന്ന് നമുക്കറിയാം. c1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് നമ്മളിവിടെ ചൂസ് ചെയ്തത്, x1 c2 is equal to x2 എന്നുള്ള ഫോമാണ് ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് പോയിന്റ് ലോവർ സം കണ്ടുപിടിക്കാൻ റൈറ്റ് ഹാൻഡ് പോയിന്റ് എടുക്കുന്നു. അപ്പർ സമ്മിന് വേണ്ടിയിട്ട് ലോവർ സമ്മിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് എടുക്കുന്നു. അപ്പർ സമ്മിന് വേണ്ടിയിട്ട് റൈറ്റ് ഹാൻഡ് പോയിന്റ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ആക്ച്വലി എന്തെന്ന് കിട്ടും, ഈ ഒരു ഫോം കിട്ടും. f(c1) ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 1² ഇൻറ്റു ഈ ഒരു ഫോമിലേക്കൊക്കെ നമുക്ക് മാറ്റി എഴുതാം. ഈ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതിയിട്ട് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ പ്രോബ്ലം ഡിസ്കസ് ചെയ്തതാണ്. ഇങ്ങനത്തെ റീമാൻ സമ്മ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. റീമാൻ സം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഒരു ഫോം വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഏർലിയർ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഇസ് ഇൻ്റഗ്രൽ ഓഫ് 0 to b(x²) dx എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് ദിസ് ഈ ഒരു ഫോമിലേക്കാണെന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ഫോമിൻ്റെ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ b³ എന്ന് കിട്ടും. ഈ ഒരു ഫോമിൻ്റെ ലിമിറ്റ് ഇത് ഞാൻ ഡിസ്കസ് ചെയ്യാത്തതിൻ്റെ കാരണം നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എന്ത് ചെയ്യും, b³ എന്ന് പറയുന്ന അതിൻ്റെ ഇതിൻ്റെ ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി അത് എന്ത് തന്നെയാണ്, റീമാൻ സമ്മിൻ്റെ ലിമിറ്റാണ് ആക്ച്വലി ഇൻ്റഗ്രൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത്. ജസ്റ്റ് എന്തായി, നമുക്ക് അതിൻ്റെ ലിമിറ്റ് എടുക്കുമ്പോൾ b³ എന്ന് കിട്ടുന്നു. b³ ഇത് തന്നെയാണ് നമുക്ക് ഫണ്ടമെൻ്റൽ തിയറം ഉപയോഗിച്ചിട്ട് കിട്ടുന്നതെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എടുക്കുക. ദാറ്റ് ഈസ് x³ ദാറ്റ് ഈസ് 1. ഇവിടെ 0 to 1 കൊടുത്തു കഴിഞ്ഞാൽ 1³ മൈനസ് 0 ദാറ്റ് ഈസ് 1/3. b³ 0 to ഇവിടെ b എന്ന് പറയുന്നത് ആക്ച്വലി 1 ആണ്. ഇൻ്റഗ്രൽ 0 to b അതേ ഫോം തന്നെയാണ് നമുക്ക് ആക്ച്വലി കിട്ടുന്നത്. 1.5 എടുത്തു കഴിഞ്ഞാൽ 1.5³ എന്നുള്ള ഫോമിലേക്ക് കിട്ടുന്നു. ഇങ്ങനെയാണ് ആക്ച്വലി ഈ ഒരു ഭാഗം പറയാൻ പറ്റും. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് വെലോസിറ്റി സെയിം പ്രൊസീജിയർ. നമുക്കറിയാം, if a particle on the x-axis has the velocity v is equal to f of t and the position x is equal to f of t, then the displacement എന്ന് പറയുന്നത് എന്താണ്, f of b minus f of a എന്നുള്ള ആ ഒരു ഭാഗമായിട്ട് വരും എന്നുള്ളത് തന്നെയാണ് ആക്ച്വലി ഇവിടെയും പറയുന്നത്. എയിൽ നിന്ന് ബിയിലേക്കാണ് ടൈം പോകും. ഇൻ്റഗ്രേറ്റിംഗ് വെലോസിറ്റി ഫ്രം t is equal to a to t is equal to b, that is displacement from t is equal to a to t is equal to b എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി ഇൻറ്റു ടൈം ഇൻ്റർവൽ. ഇൻ്റഗ്രൽ a to b വെലോസിറ്റി ഇൻറ്റു ടൈം ഇൻ്റർവൽ ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് വരുന്നത്. വെലോസിറ്റി ഇൻറ്റു ടൈം ഇൻ്റർവൽ ഫോമിലേക്ക് മാറുന്നു ഡിസ്പ്ലേസ്മെൻറ്റ്. അതിൻ്റെ ഒരു പ്രോബ്ലമാണിത് ആക്ച്വലി. An object is moving in a velocity v is equal to 5t raised to 4 plus 3t square at a time t 1 നിന്ന് 2. ഇപ്പോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 നിന്ന് 2. നമുക്കിതാണ് ആക്ച്വലി കണ്ടുപിടിക്കുക. ലിമിറ്റ് ഫ്രം 1 to 2 5t raised to 4 plus 3t square dt. 5t അതായത് ഫംഗ്ഷൻ v of t into dt that is 5t raised to 4 plus 3t square into dt. ഫണ്ടമെൻ്റൽ തിയറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി എന്ത് കിട്ടുന്നു, t raised to 5 plus t raised to 3 that is 1 to 2. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, 32 എന്ന് പറയുന്ന ആ ഫോമിലേക്ക് കിട്ടി. സെയിം ക്വസ്റ്റ്യൻ ആണ്. v എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, x -1 നിന്ന് 0 and if it starts out at x is equal to -1 at a time t is equal to 0 where it is time t is equal to 3. How far has it traveled? ട്രാവൽ ചെയ്ത ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. 0 to 3 യിൽ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സെയിം പ്രൊസീജിയർ. അപ്പോൾ ക്യാപിറ്റൽ f of 3 മൈനസ് f of 2t minus t square into dt. ഇതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക. ഫണ്ടമെൻ്റൽ തിയറം ഉപയോഗിക്കുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി, 0 എന്ന് കിട്ടി. ആൻഡ് f of 0 എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാർട്ട് ചെയ്യുന്നത് -1. f of 0 is equal to -1. The object is again at x is equal to
0 plus f of 0, that is -1. -1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടൈം 0 ആയിരിക്കുമ്പോൾ എന്തായിരിക്കണം, ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, -1 വാല്യൂ വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ആക്ച്വലി x is equal to 0 പ്ലസ് f of 0 എന്ന് വരുന്നത്. അപ്പോൾ എന്ത് കിട്ടും ആക്ച്വലി, ഇവിടെ വരുന്നത് ആക്ച്വലി എന്തായിട്ട് വരുന്നു, x is equal to 0 plus f of 0 എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോമിലേക്ക് വരണം. that is equal to -1 at time t is equal to 3. The object turn around when v changes sign, namely at those t where 2t minus t square is equal to 0 or t is equal to 0.0 or 2 എന്ന് പറയുന്ന ഈ ഒരു സമയത്തൊക്കെ എന്താകുന്നു, വെലോസിറ്റിയുടെ സൈൻ ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ സീറോസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ചെയ്യുന്നതാണ്. എന്നിട്ട് ജസ്റ്റ് സീറോസ് കണ്ടുപിടിച്ചിട്ട് ആക്ച്വലി എന്താക്കുന്നു, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇൻ്റർവെൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് മാറ്റി ചെയ്യുകയാണ് ആക്ച്വലി ഇവിടെ ചെയ്യുന്നത്. 0 മുതൽ ആക്ച്വലി 0 to 3 വരെയാണ്. അപ്പോൾ 0 മുതൽ 2 വരെ, 2 to 3 വരെ, എന്നിട്ട് നമ്മൾ ആക്ച്വൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. കാരണം ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 0 ആണ് കിട്ടുന്നത്. അപ്പോൾ ടൈം 0 x is equal to -, അപ്പോൾ രണ്ടും റിലേറ്റഡ് ആവുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷൻ്റെ സീറോസ് കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീറോസ് കണ്ടുപിടിച്ചിട്ട് സീറോസിന് സ്പ്ലിറ്റ് ചെയ്യും ഇൻ്റർവെൽ. അപ്പോൾ ഇവിടെയുള്ള സീറോസ് എന്ന് പറയുന്നത് 0 and 2 ആണ് ഫംഗ്ഷൻ്റെ. 2t minus t square is equal to 0 എന്ന് പറഞ്ഞാൽ 0 and 2 ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 0 to 2, 2 to 3 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫണ്ടമെൻ്റൽ തിയറം ഉപയോഗിച്ചിട്ട് ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചാൽ മാത്രമേ ഇവിടെ ആൻസർ കിട്ടൂ. ഡയറക്റ്റ് ഇവിടെ കിട്ടത്തില്ല. കാരണം 2t minus t square എന്ന് പറയുന്നതിന് സീറോസ് ഉണ്ട്. അതുകൊണ്ടാണ് ആക്ച്വൽ കാരണം വരുന്നത്. ഓക്കെ.